ചെക്ക് നമ്മുടെ കയറ്റുവിട്ടില്ലെങ്കിൽ ആ വാർഡനിലുണ്ട് ഇതേപോലത്തെ സെക്യൂരിറ്റി. ഒരക്ഷരമില്ലയോ ഇത്രയും ദിവസമായിട്ട് ഒരക്ഷരമില്ലയോ? നോട്ടിട്ട് പുറത്തിറങ്ങി ഈ ഇതിലൂടെ വരില്ല. എല്ലാവരോടും കൂടി പറയാം കേട്ടോ. ഓരോട് പോകാൻ പറയും. നിങ്ങൾക്കെന്താ പറഞ്ഞാലേ പോലീസുമായി തർക്കം തുടരുകയാണ്. കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ രാഷ്ട്രീയമായി ഇടപെടലുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. CK ശശീന്ദ്രൻ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. SFI പ്രവർത്തകരാണ് പ്രതികൾ. അവരെ പാർട്ടി ഓഫീസിൽ ഉൾപ്പെടെ ഒളിപ്പിച്ച് സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ ഒരു ആത്മഹത്യാ കേസായി ഒതുക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തി CK ശശീന്ദ്രൻ തുടങ്ങിയ ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് സമര പരിപാടികൾ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ പൂക്കോട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. പോലീസുമായി ഉന്തും തള്ളും നേരിയ തോതിൽ ഉണ്ടായി. അരുൺ, കേൾക്കാമെങ്കിൽ ഈ പ്രതിഷേധം നടക്കുന്നത് വെറ്റിനറി കോളേജിന് മുന്നിലാണോ അതോ ഈ സംഭവം ഉണ്ടായ ഹോസ്റ്റലിന് മുന്നിലാണോ? വെറ്റിനറി കോളേജിന് ഹോസ്റ്റലിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്തല്ല, ഹോസ്റ്റലിലേക്ക് ഈ വഴിയാണ് ഹോസ്റ്റലിലേക്ക് കടന്നു പോകുന്നത്. അതിന് മുൻപിലായി പോലീസ് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി ഒരു ധർണ നടത്തിയത്. അതിന് പിന്നാലെ ഇവിടെ എത്തി ഈ ഉദ്യോഗസ്ഥർ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെത്തി ഈ പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. അവരോട് അങ്ങനെയാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, പോലീസുകാർക്കെതിരെ ഇവർ പ്രതികരിക്കുന്നതൊക്കെയാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ പ്രതിഷേധക്കാർ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരത്തിലൊരു ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം ഒരു അല്പനേരം മുൻപ് ഇവിടെ നിലനിന്നിരുന്നു. ഈ TCC MLA ഉൾപ്പെടെ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെയുണ്ട്. രമേശ് ചെന്നിത്തലയുടെ ധർണ ഒരു DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധ ധർണയും ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിലായി നടക്കുന്നു. നമുക്ക് തത്സമയം കാണാം. നേരിയ സംഘർഷം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. രമേശ് ചെന്നിത്തല നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധ പരിപാടി. രമേശ് ചെന്നിത്തലയാണ് വെറും ഒരു ആത്മഹത്യാ കേസാക്കി മാറ്റാൻ CPM-ന്റെ ഇടപെടലുണ്ടായി എന്ന ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചത്. ഡീൻ നാരായണൻ, അദ്ദേഹം CPI സംഘടനാ അനുഭാവിയാണ്. ഡീനിനെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടി മന്ത്രി ചിഞ്ചുറാണി ശ്രമിക്കുന്നു എന്ന ആരോപണവും രമേശ് ചെന്നിത്തല ഇന്നലെ ഉന്നയിച്ചിരുന്നു. ഒരുപക്ഷെ കൂടുതൽ ആരോപണങ്ങൾ ഇന്ന് ഈ ധർണയിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്.